നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ വനം മ്യൂസിയത്തിലെ വനം സംരക്ഷണ സമിതിയുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പെൻഷൻ കിട്ടാതെ വീട്ടിൽ കുത്തിയിരിക്കേണ്ട അവസ്ഥ വരുമെന്ന് ജനകീയ സമരസമിതി. നിലവിലെ വനം സംരക്ഷണ സമിതി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ വനം മ്യൂസിയത്തിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സമരസമിതി ചെയർമാൻ സാബു ഇബ്രഹാം അധ്യക്ഷത വഹിക്കുകയും വൈസ് ചെയർമാൻ അരുൺ ജി സ്വാഗതം പറയുകയും ചെയ്തു. സമരസമിതിയുടെ രക്ഷാധികാരി റോയി ഉമ്മൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ഹാഷിം, ബി രാജീവ്, ബോബൻ ജോർജ്, സൈനബ ബീവി, സാനു ജോർജ്, അൻസർ നഗരൂർ, ആർ ഷറഫുദ്ദീൻ, എം നാസർ, നിസാം, സണ്ണി എബ്രഹാം, രാജൻ, റീന ഷാജഹാൻ, സിസിലി ജോബ്, ശോഭ കടമാൻകോട്, ഷിജിലാൽ എന്നിവർ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകി. എനിക്ക് മുന്നിൽ കാണുന്ന ആയിട്ടുള്ള കൺവെൻഷൻ സെന്റർ വെറും മൺകട്ടയിൽ വർഷങ്ങൾക്ക് മുൻപുണ്ടായ പുറമെ ചാന്ത് പൂശി മിനുക്കിയെടുത്ത് ഏതാണ്ട് ബ്യൂട്ടി പാർലറിൽ പോയി വരുന്ന ആ പൊതുപ്രവർത്തകന്റെ അതേ നിലവാരത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. കോടികളുടെ അഴിമതിയാണ് ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നത്. കോടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോടനുബന്ധിച്ച് ഒരു വനം വികസന സമിതി എന്ന് സ്വന്തക്കാരെയും ബന്ധുമിത്രാദികളെയും കൂട്ടിയ ഒരു വികസന സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാക്കി വെക്കുകയും പണിയില്ലാത്തവർക്ക് മ്യൂസിയത്തിൽ വന്നിരുന്ന് ചായ കുടിക്കാനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ ഫംഗ്ഷനുകൾ ഇവിടെ വെച്ച് നടത്തി മ്യൂസിയത്തിന്റെ ചെലവിൽ എഴുതിയെടുക്കാനും അതേപോലെ മ്യൂസിയത്തിലേക്ക് വാങ്ങിച്ച വില കൂടിയ ഉപകരണങ്ങൾ സ്വന്തം വീട്ടിൽ വെച്ച് അത് ആസ്വദിക്കുകയും ചെയ്യുന്നൊരു സമയത്താണ് ഇതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിച്ചേരുന്നത്. വനം വകുപ്പ് അംഗീകരിക്കുന്നത് അന്ന് ഈ സമരം അവസാനിക്കും. കാരണം ഞങ്ങളെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയമുള്ളവരാണ്. ഇവിടെ NCPയുടെ നേതാവ് ഈ സമരത്തിൽ NCPയുടെ നിരവധി നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു, ധർണയിൽ പങ്കെടുക്കുന്നു. NCP ഈ സംസ്ഥാനം ഭരിക്കുന്ന വനം വകുപ്പിന് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അംഗങ്ങൾ ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ബഹുമാനപ്പെട്ട നേതാക്കളുണ്ട്. ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പിന്റെ നേതാക്കൾ ഈ സമരവുമായി ശ്രീ രാജീവ് വളരെ ദിവസങ്ങളായി പുറകിലാണ്. INLന്റെ നേതാവ് ശ്രീ അൻസർ നാഗൂർ ഈ സമരവുമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അസൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ വരാനത് അദ്ദേഹം ഈ സമരവുമായിട്ട് എന്റെ പ്രവർത്തനങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ളവരുമുണ്ട്, ഐക്യ ജനാധിപത്യ മുന്നണിയിലുള്ള എല്ലാ ഘടകകക്ഷികളുണ്ട്. ഞാൻ പരമ്പര പറയുന്നു, എല്ലാ കക്ഷികളുണ്ട്. NDAയുടെ ഭാഗമായ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇതൊരു രാഷ്ട്രീയ സമരമല്ല, ഇതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല. വിരുദ്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. നമ്മൾ മനയിൽ കൂടെ നടന്നു പോകുമ്പോൾ സീററ്റ് വലിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നേരെ കേസെടുക്കുന്നു. തീപ്പെട്ടി കൊണ്ട് പോകുന്നവർക്കെതിരെ കേസെടുക്കുന്നിടത്താണ് ഇവിടെ പൂക്കുറ്റിയും ആലപ്പഴക്കവും വെച്ചിട്ടുണ്ട്. ഈ മ്യൂസിയത്തിന്റെ വനസംരക്ഷണ സമിതിയിൽ വനവുമായി ബന്ധപ്പെട്ട മേഖല വേണം. ഒരു സെന്റ് ഭൂമി പോലും ഈ VSSൽ വനവുമായി ബന്ധപ്പെട്ടിട്ടില്ല, വനം ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ വനാശ്രയർക്കും വനവുമായി ബന്ധപ്പെട്ടവർക്കും വേണ്ടി രൂപീകരിക്കേണ്ടുന്ന VSS ചില വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടി പുതിയ രീതിയിൽ അദ്ദേഹത്തിന്റെ സ്വന്തക്കാരെയും ബന്ധക്കാരെയും വെച്ചുകൊണ്ട് ഒരു VSS രൂപീകരിച്ച നിയമവിരുദ്ധമാണ്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട്, നിങ്ങൾ കാണിക്കുന്ന ഈ നിയമലംഘനങ്ങൾക്ക് ഈ മന്ത്രിസഭ മാറും, അധികാരികൾ മാറി വരും, നിങ്ങൾ പെൻഷൻ ധരിക്കാൻ ഇടയാവത്തില്ല. ഈ കേസ് ഹൈക്കോടതിയിൽ കൊണ്ട് അതിന്റെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ്. പൊതുജനങ്ങളെ അറിയിക്കേണ്ട കടമ ഇതിന്റെ ഉദ്യോഗസ്ഥർക്കും. അപ്പൊ ഇത് ഒരു ദിവസം ഞങ്ങൾ ആ റോഡ് ഡിപ്പോ വഴി പോയപ്പോ ഷേർലി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം കുറെ ആളുകൾ കൂടി നിൽക്കുന്നു. എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു കല്യാണത്തിന്റെ എന്തെങ്കിലും റിസപ്ഷൻ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. കാരണം അവിടെ അങ്ങനെയാണല്ലോ നടക്കുന്നത്. പിന്നെയാണ് അറിഞ്ഞത് വനസംരക്ഷണ സമിതി രൂപീകരിക്കുന്നു എന്നുള്ളത്.
ഇതൊക്കെ പ്രധാനമായിട്ടും നമുക്കിപ്പോൾ മനസ്സിലാവുന്ന കാര്യം, ഇവർ അന്ന് ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത ആളുകളെ തിരഞ്ഞെടുത്തത്, തുടർന്ന് VSSന്റെ മെമ്പർമാരാക്കിയത് ഈ പറയുന്ന ആളുകൾ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവരോടൊപ്പം നിന്ന് അവർ പറയുന്നത് കേൾക്കുന്ന ആളുകളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഒരു വനസംരക്ഷണ സമിതി ഇവിടെ രൂപീകരിച്ചു എന്നുള്ളതാണ്. ഉജ്ജ്വലം അല്ലെങ്കിൽ വളരെ തീവ്രതയേറിയ പ്രതിഷേധ പ്രധാന പരിപാടികളിലൊന്നും അദ്ദേഹം അങ്ങനെ മുന്നിൽ വരാറില്ല. വളരെ സൗമ്യനാണ്. പക്ഷെ അദ്ദേഹം ഇതിന്റെ മുന്നിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം അഴിമതി